ഒരു മാസത്തിനിടെ ഇതിപ്പോൾ 6ാമത്തെ തവണയാണ് ഹൂത്തികൾ, അതായത് യമനിലുള്ള ഹൂത്തികൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അറ്റാക്ക് നടത്തുന്നത്. ഇസ്രയേൽ എന്ന പോലെ തന്നെ ഇപ്പോൾ അമേരിക്കയ്ക്കും പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഇത്തരം ഹൂത്തികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ. റീസെൻ്റായിട്ട് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് US-ന്റെ തന്നെ എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന കപ്പലിനെയാണ്. അതായത് തുടരെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ തേടി പിടിച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നോർത്തേൺ റെഡ് സീയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. യമൻ പറയുന്നത് ക്രൂയിസ് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതിനിടെ ഹൂതികൾ ടെൽ അവീവിലുള്ള ഒരു പവർ പ്ലാന്റിന് നേരെയും ആക്രമണം നടത്തുകയുണ്ടായി. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഈ ഒരു സീസ് ഫയറുമായിട്ട് ബന്ധപ്പെടുത്തി നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ പ്രസ്താവനയാണ്. ഇത് ഹമാസിന്റെ വിജയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ തെരുവുകളിൽ നിരവധി വിജയാഹ്ലാദ പ്രകടനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രതികരണം വരുന്നത് ഇറാന്റെ തന്നെ IRGC ആണ്, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിൽ നിന്നാണ്. ഇത് പാലസ്തീന്റെ വിജയമാണ് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അതായത് ദ ഗ്രേറ്റ് വിക്ടറി ഫോർ പാലസ്തീൻ എന്നാണ് IRGC ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് ഹൂത്തികളുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ സലാമിൻ്റെതാണ്. വെടിനിർത്തൽ വിജയമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പുതിയൊരു നാഴികക്കല്ല് ഇറാന്റെ നാവികസേന ഇപ്പോൾ താണ്ടിയിരിക്കുകയാണ്. അതായത് അവർ പുതിയതായിട്ട് സ്വന്തമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്പൈ ഷിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് സിഗ്നൽ ഇൻ്റലിജൻസ് ഡിസ്ട്രോയർ ഷിപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സാഗ്രോസ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഇറാനിൽ തന്നെയുള്ള ഒരു മൗണ്ടൻ്റെ പേരാണ് ഈ ഒരു ഷിപ്പിന് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത്തരം ഡിസ്ട്രോയറുകളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ കമ്മ്യൂണിക്കേഷൻ ട്രാക്ക് ചെയ്യുകയും അവരിൽ നിന്ന് വിലപ്പെട്ട ഇൻഫർമേഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരം ഷിപ്പുകളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ലോകത്ത് തന്നെ ഏകദേശം 10ഓളം രാജ്യങ്ങൾ ഇത്തരം ഷിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇറാനെ സംബന്ധിച്ചും അവരുടെ നേവിയെ സംബന്ധിച്ചും വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതും അവർ സ്വന്തമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും. മറ്റൊരു വാർത്ത, ഇസ്രയേലിനും ഹമാസിനും ഇടയിൽ നടന്ന ഈ ഒരു വെടിനിർത്തൽ, ഈ വെടിനിർത്തലിന് പ്രധാന പങ്ക് വഹിച്ചത് താനാണ് എന്ന രീതിയിലൊരു സൂചന ട്രംപ് തരുമ്പോൾ അമേരിക്കയിൽ തന്നെയുള്ള അറബ് അമേരിക്കൻ ജനങ്ങൾ തീർച്ചയായിട്ടും അവർ ഇത്രയും നാൾ നിന്നിരുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിക്കൊപ്പമാണ്, അതായത് ജോ ബൈഡൻ്റെ പാർട്ടിക്കൊപ്പമാണ് നിന്നിരുന്നത്. എന്നാൽ ജോ ബൈഡൻ വിചാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം അത് നേരത്തെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു രീതിയിലൊരു വികാരം അത് അറബ് അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ തന്നെ ഇലക്ഷന് മുമ്പ് തന്നെ തോന്നി തുടങ്ങിയിരുന്നു. അതിനിടെയാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടുള്ള കമല ഹാരിസ് ഇസ്രയേൽ യുദ്ധത്തിനുള്ള പിന്തുണ അറിയിച്ചത്. അതും ഈ ഒരു അമേരിക്കൻ അറബ് കമ്മ്യൂണിറ്റിയിൽ വളരെയധികം വിമർശനങ്ങൾ, അതായത് ഈ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നേരെ വിമർശനങ്ങൾ ഉന്നയിക്കാനായിട്ട് കാരണമായി. ഇത്തരം അറബ് അമേരിക്കൻ വോട്ടേഴ്സിൻ്റെ ഒരു സ്വാധീനം അത് സ്വിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള മിഷിഗണിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഒന്നെങ്കിൽ ട്രംപിനോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ പാർട്ടി നേതാവായിട്ടുള്ള ജിൻ സ്റ്റെയിനോ വേണ്ടിയിട്ട് വോട്ട് ചെയ്തിരിക്കാം.